മോഹനേട്ടന് പോകാൻ ഇനിയുണ്ടല്ലോ 10-15 മിനിറ്റ് കൂടുതല്. അതിനുള്ളിൽ ചോറ്റുപാത്രം ഞാൻ ബാഗ് വെച്ച് തന്നാ പോരെ? എത്രയോ കാലമായി ഞാൻ ആഫീസിൽ പോകാൻ തുടങ്ങിയിട്ട് ഒരു ദിവസമെങ്കിലും ഞാൻ പറയാതെ ചോറെടുത്ത് ബാഗിൽ വെക്കാറുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ചോറെടുക്കാൻ ഞാൻ താമസിക്കുന്നതല്ല. ചോറെടുക്കുന്ന സമയത്തിന് മുന്നേ മോഹനേട്ടൻ വന്ന് ഭാമേ ചോറെടുത്തു വെച്ചോ എന്ന് ചോദിക്കും. അതിനിപ്പോ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. മോഹനേട്ടന്റെ ആ ചോദ്യം ഒഴിവാക്കാൻ ഒരു മാർഗമുണ്ട്. രാവിലെ മോഹനേട്ടൻ എഴുന്നേക്കുന്നതിന് മുന്നേ ചോറെടുത്ത് വെക്കും. പക്ഷെ അത്രയും നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആഫീസിൽ കൊണ്ടുപോയി അത് ഉണ്ണാറാകുമ്പോഴേക്കും ചീത്തയായി പോവില്ലേ? എന്തു പറഞ്ഞാലും തർക്കുത്തരത്തിന് ഒരു കുറവുമില്ല. നീ ഈ പറഞ്ഞ വർത്താനത്തിന് എന്റെ കയ്യിൽ മറുപടിയില്ല എന്ന് നീ കരുതരുത്. ഓണമായതുകൊണ്ട് ഒരു വഴക്കിനുമില്ല എന്ന് ഞാൻ തീരുമാനിച്ചത് കൊണ്ട് മാത്രം ഞാൻ മിണ്ടുന്നില്ല. നമസ്കാരമുണ്ട് സാർ. ഞാൻ ആകപ്പാടെ തിരക്കിലാണ്. നാട്ടിലുള്ള സകലമാന ആൾക്കാരും ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് മുഴുവനും ഇന്ന് വൈകുന്നേരം സാധിച്ചു കൊടുക്കുകയും വേണം. ഓണമല്ലേ സാറേ, പറ്റില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. ഉത്തമൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതിനാണെന്ന് പറയൂ. അല്ല, നാട്ടുകാരുടെ ആവശ്യങ്ങൾ മൊത്തം സാധിച്ചു കൊടുത്താൽ പോരല്ലോ സാറേ. എനിക്ക് ഈ നാട്ടിൽ സാറിന്റെ വീട് കഴിഞ്ഞല്ലേ മറ്റെന്തോ ഉള്ളൂ. അതുകൊണ്ട് സാറിനെ വക്കീലിനെ കണ്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എന്താ വേണ്ടതെന്ന് സാർ പറഞ്ഞാൽ മതി. ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ ആ സാധനം ഇവിടെ എത്തിയിരിക്കും. അയ്യോ, നമസ്കാരം. നമസ്കാരം. അടുക്കളയിലേക്ക് സാധനം ഒരുപാട് വേണ്ടി വരുമല്ലോ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങ് പോവാം. അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ വാങ്ങിയിരുന്നു ഉത്തമ. ഈ തിരക്കിനിടയിൽ വെറുതെ ഉത്തമനെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്കെന്തോന്നും ബുദ്ധിമുട്ടുവാക്കിയില്ലേ? ഇതൊക്കെയല്ലേ എന്റെ ഒരു സന്തോഷം. അതും പോട്ടെ, ഓണായിട്ട് എന്തൊക്കെ വാങ്ങി? പുതിയ പാന്റ് ടീഷർട്ടും ഒക്കെ വാങ്ങിയിട്ടുണ്ടാവല്ലോ. എനിക്കാ? അയ്യോ, അതെന്താ വാങ്ങിച്ചില്ലാക്കിയില്ലേ? വീട്ടിൽ അമ്മയ്ക്കും അനിയത്തിമാർക്കും ഓരോ ഓണക്കോടി. ഇത് സാറിന് വേണ്ടി ഞങ്ങൾ വാങ്ങിയതാ. എന്താ ഇത്? സാറിനൊരു ഷർട്ടും മുണ്ടും വക്കീലിനൊരു സാരിയും. ഞങ്ങൾ 3 പേരും കൂടി പൈസ ഇട്ട് വാങ്ങിയതാ സാർ. ഇത് സാറിനെ സ്വാധീനിക്കാനോ അതിന്റെ പേരിൽ എന്തെങ്കിലും സൗകര്യങ്ങൾ ചോദിക്കാനോ ഒന്നുമല്ല. സാർ പറഞ്ഞില്ലേ വീട്ടിലെ മുതിർന്നവർക്കാണ് ഓണക്കോടി വാങ്ങിക്കൊടുക്കേണ്ടതെന്ന്. ഇവിടെ ഏറ്റവും മുതിർന്ന ആള് സാറല്ലേ. ഒരുപാട് പൈസ മുടക്കൊന്നുമല്ല. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പോലൊരു പങ്കെടുത്തു, അത്ര തന്നെ. സാറിന് ഞങ്ങളെ ഓണക്കോടിയുടെ ആവശ്യമില്ലെന്നൊക്കെ അറിയാം. പക്ഷെ ഇതുപോലത്തെ സമയത്ത് ആവശ്യങ്ങളെക്കാൾ പ്രധാനം വേറെ ചില കാര്യങ്ങളല്ലേ. ഓണക്കോടി വാങ്ങണ്ടേ? എനിക്കൊരു സാരി, മോഹനേട്ടന് ഒരു ഷർട്ടുമുണ്ട്, പിന്നെ എന്റെ അമ്മയ്ക്കും മോഹനേട്ടന്റെ അമ്മയ്ക്കും ഓരോരോ സാരി, മോഹനേട്ടന്റെ ഏട്ടന്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഓരോരോ പുതിയ ഉടുപ്പ്, എന്റെ ഏട്ടനും ഏട്ടത്തേക്കും കുട്ടികൾക്കും ഓരോ ജോഡി. പിന്നെ പാവല്ലേ ഉത്തമൻ, ഒരു പുതിയ പാന്റ് ഷർട്ടും ഉത്തമനും. ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സത്യത്തിൽ വിദ്യാലക്ഷ്മിക്കും ശാലിനിക്കും സത്യപാലനും ഒക്കെ കൂടി എന്തെങ്കിലുമൊക്കെ വാങ്ങേണ്ടതായിരുന്നു. ഇവിടുത്തെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത് വിദ്യ. എനിക്കൊരു ഓണക്കോടി പോലും വാങ്ങിത്തരില്ല എന്ന് മോഹനേട്ടൻ തീർത്തും പറഞ്ഞു. പക്ഷെ ആ മര്യാദകൾ ഞാൻ കാണിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മോഹനേട്ടനൊരു ഷർട്ടുമുണ്ട് ഞാൻ വാങ്ങി. അതിനുള്ള പൈസ ഒപ്പിച്ച കഥ പറയാതിരിക്കാൻ മോളെ നല്ലത്. ഇനിയിപ്പോ അത് അറിയുമ്പോ വില്ലേജ് ഓഫീസർ എന്തൊക്കെ പുകയിലുണ്ടാക്കോ എന്തോ. പറഞ്ഞല്ലോ, കഥാനായ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞാൻ പിന്നെ വിളിച്ചോളാം. ഇതെന്തൊക്കെയാ മോനട്ടാ? ഇത് ആഫീസിലുള്ള എല്ലാരും കൂടി വാങ്ങി തന്നതാ. എനിക്കൊരു ഷർട്ടുമുണ്ടും നിനക്കൊരു സാരിയും. അവര് വാങ്ങിയോ? സത്യം പറഞ്ഞ അവർക്കൊക്കെ അവരുടെ ആവശ്യത്തിന് പൈസ കഴിയുന്നില്ല. എന്നാലും എല്ലാരും കൂടി ഇത് വാങ്ങി തന്നപ്പോ ഞാൻ ആകെ വല്ലാതായി പോയി.